നല്ല അടിപൊളി ക്രിസ്മസ് കേക്ക് അഥവാ പ്ലം കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിത് ഇത്രയും മുമ്പേ ഈ റെസിപ്പി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനിന്ന് ഉണ്ടാക്കുന്നത് വൈനിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്തുണ്ടാക്കുന്ന ഒരു പ്ലം കേക്കാണ്. അപ്പോൾ കുറച്ചേറെ ദിവസം വൈനിൽ ഇത് സോക്ക് ചെയ്ത് വെക്കാനൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് അങ്ങ് നേരത്തെ പറയുവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വൈനിൽ സോക്ക് ചെയ്തോ അല്ലെങ്കിൽ ആൽക്കഹോളിൽ സോക്ക് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിലുണ്ട്, നിങ്ങൾക്ക് ഇത് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെസിപ്പി പറയുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഓവനും ബീറ്ററും മിക്സിയും പ്രഷർ കുക്കറും ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് അടുപ്പിൽ നമ്മുടെ പാലൊക്കെ കാച്ചുന്ന സോസ് പാനിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെയുള്ള നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് ഈ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല സോഫ്റ്റുമാണ് ഉൾവശമൊക്കെ. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ കൂടിയുണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്ലം കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് വൈനിനകത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നിവിടെ ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. ഞാനിതിലേക്ക് ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ ബ്ലാക്ക് ഗ്രേപ്സ്, പിന്നെ ബ്രൗൺ കളറിലെ ഗ്രേപ്സ്, കുറച്ച് ചെറി, കുറച്ച് ഡേറ്റ്സ്, ഈന്തപ്പഴം, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് വൈനിൽ ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ചിലരൊക്കെ ഇത് റമ്മിലും അതുപോലെ ഏതെങ്കിലുമൊക്കെ ആൽക്കഹോളിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് ജ്യൂസിലോ ഒക്കെ ആണെങ്കിലും ഇത് സോക്ക് ചെയ്ത് വെക്കാം. ഓറഞ്ച് ജ്യൂസിലൊക്കെ സോക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 ദിവസം മുമ്പ് സോക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാനിതിപ്പോൾ ആ ട്രഡീഷണൽ ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വൈനിൽ സോക്ക് ചെയ്തിട്ടുള്ളത്. വൈനിൽ സോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച മുമ്പെങ്കിലും മിനിമം സോക്ക് ചെയ്ത് വെക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ 1-1.5 മാസം വരെ സോക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഞാൻ ആ വൈനും അതുപോലെ ഈ ഡ്രൈ ഫ്രൂട്ട്സും തമ്മിലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അരിപ്പയിൽ കൂടി ആ വൈനൊന്ന് അരിച്ച് മാറ്റുവാണ്. ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ കേക്കിന് ആ നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തത് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബ്രൗൺ ഷുഗർ ഉണ്ടെങ്കിൽ അതാണേലും യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇവിടെ ഒരു പാനിലേക്കൊന്ന് കാരമലൈസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടീസ്പൂണോളം വെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് ആ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. വല്ലാതെ അങ്ങ് ഡാർക്ക് ബ്രൗൺ ആകരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കേക്കിന് ഒരു കയ്പ്പ് രുചിയായി പോകും കേട്ടോ. അതുകൊണ്ടൊരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ കാരമലൈസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ്ഡ് ആയിട്ടുണ്ട്. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. ഈ സമയം അടുപ്പിൽ തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിക്കണം. അതുപോലെ ചൂടുവെള്ളമേ ഒഴിക്കാവുള്ളൂ. തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്രിസ്റ്റലൈസ് ആയി പോകും. പിന്നെ ഇത് ദേഹത്തോട്ടൊക്കെ തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ആ ചൂടൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 2 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മഞ്ഞയും വെള്ളയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ ഗ്രാനുലേറ്റഡ് ഷുഗറാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാരയും മുട്ടയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു വിസ്ക് കൊണ്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പഞ്ചസാരയും മുട്ടയും കൂടെ ഇവിടെ ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഒരു 1/4 കപ്പ് അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്ത് അതും എടുത്തിട്ടുണ്ട്. ഒരു 75 ഗ്രാമോളം ബട്ടറാണ് ഇതിലേക്കിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്.
ഗോതമ്പ് പൊടി വെച്ച് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പക്ഷേ മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് ആ നല്ലൊരു ടെക്സ്ചർ കിട്ടുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്കൊന്ന് നന്നായിട്ട് ഇതുപോലെ സീവ് ചെയ്തിട്ട് കൊടുക്കാം. മൈദയിലൊക്കെ വല്ല കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ ആ ബേക്കിംഗ് പൗഡർ മൈദയുടെ എല്ലാ ഭാഗത്ത് എത്താനും ഇത് സഹായിക്കും. ഇനി ഈ മൈദയും അതുപോലെ ഈ വെറ്റ് ഇൻഗ്രീഡിയൻസും കൂടെ നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ സാധാരണ കേക്കുകളിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് അല്പം കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് ഈ പ്ലം കേക്കിൻ്റെ ബാറ്റർ കേട്ടോ. സാധാരണ കേക്കിൻ്റെയൊക്കെ ബാറ്റർ നല്ല ലൂസായിട്ടുള്ളതാണ്. പക്ഷേ പ്ലം കേക്കിൻ്റെ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് നമ്മളാക്കിയെടുക്കേണ്ടത്. ഇത് നമുക്കൊന്ന് യോജിപ്പിച്ച് നന്നായിട്ട് ഈ മൈദയും മുട്ടയുടെ മിക്സും കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ആ മൈദയും മുട്ടയും കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം കാരമലൈസ് ചെയ്തിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കാരമലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പ്ലം കേക്കിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടുന്നതിനാണ് നമ്മളിതുപോലെ കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഈ ഡെമറാറ ഷുഗർ അഥവാ ബ്രൗൺ ഷുഗർ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണേലും ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ ഞാൻ ആ വൈനൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരുന്ന വൈനാണിത്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നല്ല ഒരു ഫ്ലേവർ കിട്ടുന്നതിനാണ് ഈ ഓറഞ്ച് ജ്യൂസും വൈനും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. വൈൻ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 1/4 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ ആ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മളിത് ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേക്കിൻ്റെ താഴെ പോയി ചിലപ്പോൾ അടിയാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ടാണ് നമ്മളിതൊന്ന് ഈ മൈദയിൽ കോട്ട് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പം ഈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്തിരിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇവിടെ ഒരു മൈദയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബാറ്ററിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതോടൊപ്പം ഒരല്പം കാഷ്യൂനട്ട് കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊന്നും നമ്മൾ ഈ വൈനിൽ സോക്ക് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു 7-8 കാഷ്യൂനട്ട് ചെറുതായിട്ട് പൊടിച്ചതാണ്, ഒടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പ്ലം കേക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ ഈ 1 കപ്പ് എടുത്തതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എല്ലാം കൂടി ഒരു 1/2 കപ്പോ 3/4 കപ്പോ ഒക്കെ എടുത്താൽ മതിയാവും കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മുട്ടയുടെ വെള്ള ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഇവിടെ 2 മുട്ടയുടെ വെള്ളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് നമുക്ക് നന്നായിട്ട് ഞാനിന്ന് ഒരു വിസ്കാണ് എടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മിക്സിയിലോ അല്ലെങ്കിൽ ബീറ്റർ കൊണ്ടോ ഒക്കെ ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് വരെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കുറച്ചേറെ നേരം ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു വരും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ബീറ്ററൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബീറ്റർ വെച്ചാണേലും ചെയ്യാം. ഞാനിപ്പോൾ ബീറ്ററൊന്നും എല്ലാവരുടെയും കൈ കാണില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മിനിറ്റ് കൂടി നമുക്കിതുപോലെ തന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടും. പിന്നെ ഈ സമയം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വാനില എസൻസ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ആ മുട്ടയുടെ ആ ഒരു മണമൊക്കെ ഒന്ന് പോകുന്നതിനാണ് വാനില എസൻസ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിനെയും വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടിരിക്കാം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റോളം ഞാനിത് നന്നായിട്ട് ഹൈ സ്പീഡിൽ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. ഇതിപ്പോൾ നോക്കിയാൽ കാണാൻ കണ്ടോ, നല്ല ആ ഒരു സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ മിക്സിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഈ നമ്മൾ ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ മുട്ടയുടെ വെള്ള ഒരു 2-3 തവണയായിട്ട് നമുക്ക് ഈ കേക്കിൻ്റെ മിക്സുമായിട്ട് ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒത്തിരി ശക്തിയിലല്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഈ കേക്കിൻ്റെ ബാറ്റർ ഒരല്പം ഒന്ന് ലൂസായി കിട്ടും. മുഴുവന് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചുകൂടിയൊക്കെ ഒന്ന് ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയും ഒരു ടീസ്പൂൺ നമ്മുടെ മിക്സ്ഡ് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2-3 ഗ്രാമ്പൂ, ഒരു ചെറിയ നമ്മുടെ ജാതിക്കായുടെ കുരുവിൻ്റെ ഒരു ചെറിയ പീസ്, അതുപോലെ ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഉണങ്ങിയ ഇഞ്ചി, ഇത്രയും പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറുവ, പട്ട വേണേലും കുറച്ചിതിലേക്ക് പൊടിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് ഒരിക്കൽ കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയം നിങ്ങളിപ്പോൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഓവൻ ഒരു 180 ഡിഗ്രി 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഇന്ന് ഇതൊരു സോസ് പാനിൽ ഒഴിച്ച് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോസ് പാൻ വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദോശക്കല്ലോ അല്ലെങ്കിൽ ഒരു തവയോ വല്ലോ ഒന്ന് അടുപ്പിൽ ചൂടാകാൻ വെക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ കേക്ക് ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ ഒരു സോസ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് നെയ്യൊക്കെ തടവിയതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ ഒരു 7 ഇഞ്ച് ഉള്ളതാണ് ഞാൻ ഈ എടുത്തിട്ടുള്ളത്. നമുക്കിതിലേക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് തിക്കായിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ആ കേക്ക് ബാറ്റർ മുഴുവൻ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഒരു 50 മിനിറ്റ്സോളം വേണ്ടി വരും കേട്ടോ. ഒരു 40 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുക. നമുക്കിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഇതാ നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാകാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ സോസ് പാൻ വെച്ച് കൊടുക്കാം. അതിനുശേഷം അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വയ്ക്കണം. ഇനി നമ്മുടെ ഈ പാൻ അടച്ച് വെച്ച് നമുക്കൊരു 40 മുതൽ 45 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. നിങ്ങൾ അടുപ്പിൽ തീ ഏറ്റവും കുറച്ച് വെക്കണം കേട്ടോ. നമ്മൾ അത്രയും സമയം ഇത് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കും. ഇല്ല, ഇത് തീ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. പിന്നെ ഞാൻ ഈ അടപ്പ് പാത്രം നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ബേക്ക് ആയതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതുപോലെ കാഷ്യൂ നട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. അതിന് ശേഷം വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് നന്നായിട്ട് ബേക്ക് ആകുന്നവരെ തയ്യാറാക്കിയെടുക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ നോക്കിയാൽ കാണാം നന്നായിട്ടൊന്ന് ബേക്ക് ആയിട്ടുണ്ട്. ഞാനൊരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കിതിലേക്ക് ഒരു ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇത് നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ബേക്ക് ആയിട്ടുണ്ട്. അതുപോലെ ഒരു നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറും ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റാം. ഇതിൻ്റെ ചൂട് കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് സോസ് പാനിൽ നിന്ന് പുറത്തെടുത്ത് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കണ്ടോ, നോക്കിയാൽ കാണാൻ നല്ല നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെയുള്ള പ്ലം കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ആ മൈദയിലൊക്കെ കോട്ട് ചെയ്തിട്ടുകൊണ്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരുപോലെ ഒന്ന് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് ട്രഡീഷണലി നിങ്ങളിപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടാക്കിയതിന് ശേഷം ഒരു ക്രിസ്മസിനൊരു 3-4 ദിവസം മുമ്പ് ഉണ്ടാക്കി ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വൈനോ അല്ലെങ്കിൽ റമ്മോ എന്താണെന്ന് നിങ്ങൾ ഇതിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന അതേ ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാനിതിലേക്ക് വൈനോ ഒന്നും ബ്രഷ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം
നിങ്ങളുടെ വീട്ടിലിപ്പോൾ ഓവനോ അതുപോലെ ബീറ്ററോ ഒന്നും ഇല്ലെങ്കിലും പ്ലം കേക്ക് ഉണ്ടാക്കാൻ പാടൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ക്രിസ്മസിനൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ട്രൈ ചെയ്ത് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.